കലയ്ക്കും കലാപ്രതിഭകൾക്കും എന്നും പ്രിയങ്കരമായൊരു പുണ്യകേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രസന്നിധി. കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ കൊല്ലൂർ എന്ന മനോഹര പ്രദേശത്തുള്ള സൗപർണിക നദിയുടെ തെക്കേ തീരത്താണ് പ്രസിദ്ധ മഹാക്ഷേത്രമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള മാതൃശക്തി ഉപാസകരുടെയും ഭഗവതി ഭക്തരുടെയും ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് മൂകാംബികാദേവി എന്നറിയപ്പെടുന്ന മാതൃദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം. എല്ലാ ജാതിമതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദനീയമാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ മാതൃശക്തികളുടെ ഐക്യരൂപമായ ആദിപരാശക്തിയാണ് മൂകാംബിക എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നത്. മറ്റുള്ള ദേവീക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ 3 രീതിയിലുള്ള പ്രത്യേക പൂജയില്ല. ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് പ്രതിഷ്ഠ. ആദിപരാശക്തിയുടെ അടയാളം എന്ന് കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട്. പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന് സങ്കല്പമുണ്ട്. അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന പുണ്യകേന്ദ്രമാണ് കലയുടെ കേദാരമായ കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം. മീനമാസത്തിലെ ഉത്രം നാളിൽ കൊടിയേറി 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആണ്ടുവിശേഷം. ഇതിനോടനുബന്ധിച്ച് മൂലം നാളിൽ നടക്കുന്ന രഥോത്സവം വളരെ വിശേഷമാണ്. രഥോത്സവം 8ാം നാൾ വരും വിധത്തിലാണ് ഉത്സവം നടത്തപ്പെടുന്നത്. കർണാടക മാതൃകയിൽ നടത്തപ്പെടുന്ന ഉത്സവമാണെങ്കിലും ഭക്തജനങ്ങളെ കാണാനായി മൂകാംബികാദേവി എഴുന്നള്ളി വരുന്ന ഈ ബ്രഹ്മരഥോത്സവം കാണാനായി കേരളത്തിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തർ കൊല്ലൂരിലേക്ക് ഒഴുകിയെത്തുന്നു. രഥോത്സവ ചടങ്ങുകളിൽ അതിപ്രധാനമായ രഥം വലിക്ക് വേണ്ടി ദിവസങ്ങൾക്ക് മുന്നേ ക്ഷേത്രവും ഭക്തജനങ്ങളും ഒരുങ്ങിയിരിക്കുന്നു. ഒൻപത് ദിവസവും വിശേഷാൽ പൂജകളും വഴിപാടുകളും നടത്തപ്പെടുന്നു. ഉച്ചയ്ക്കുള്ള ശതരുദ്രാഭിഷേകമാണ് പ്രധാന താന്ത്രിക വിശേഷം. 100 തരം അഭിഷേക ദ്രവ്യങ്ങൾ കൊണ്ട് സ്വയംഭൂലിംഗത്തിൽ നടത്തുന്ന അഭിഷേകത്തിനാണ് ശതരുദ്രാഭിഷേകം എന്ന പേര് വന്നത്. വൈകിട്ട് 5:30ക്കും രാത്രി 10 മണിക്കും ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ടാകും. ഓരോ ദിവസവും ഓരോ വാഹനത്തിലിരുത്തിയാണ് എഴുന്നള്ളത്ത്. 8ാം ദിവസമായ മൂലം നാളിലാണ് ക്ഷേത്രത്തിലെ മഹാരഥോത്സവം നടത്തപ്പെടുന്നത്. ദേവിയുടെ ജന്മനക്ഷത്ര ദിവസമാണ് ഫാൽഗുനമാസത്തിലെ മൂലം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ബ്രഹ്മരഥം എന്നറിയപ്പെടുന്ന 7 നിലകളോടുകൂടിയ മഹാരഥം അന്നാണ് എഴുന്നള്ളിക്കുന്നത്. 400 വർഷം പഴക്കമുള്ള രഥം 2023 മുതൽ മാറ്റിയ വേളയിൽ പുതുരഥത്തിലാണ് മൂകാംബികാദേവി ഭക്തരെ കാണാൻ എഴുന്നള്ളുന്നത്. ഈ ദിവസം പതിവിലും 2 മണിക്കൂർ നേരത്തെ നട തുറക്കുന്നു. തുടർന്ന് ഗണപതി ഹോമം. ഇവയ്ക്ക് ശേഷം രാവിലെ 8 മണിയോടെ രഥോത്സവത്തിനുള്ള പൂജകൾ തുടങ്ങും. മുഹൂർത്തബലി, ക്ഷിപ്രബലി, രഥബലി തുടങ്ങിയവയാണ് രഥോത്സവത്തിന് മുന്നോടിയായ പ്രധാന ചടങ്ങുകൾ. മുഖ്യതന്ത്രിയുടെ കാർമ്മികത്വത്തിൽ വിഗ്രഹം വഹിച്ച് മൂർത്തിധാരകരും ശേഷം അർച്ചകർ, ശാന്തിമാർ, ദണ്ഡപാതകർ, ജ്യോതിഷൻ, പുരാണികർ, തന്ത്രി, പരിചാരകർ എന്നിവർ രഥത്തിൽ പ്രവേശിക്കുന്നു. ശേഷം പ്രധാന ചടങ്ങായ മിഥുന ലഗ്നമായി മൂലം നക്ഷത്രത്തിൽ രഥാരോഹണം നടക്കുന്നു. തുടർന്ന് തേങ്ങയുടച്ച് രഥചലനം തുടങ്ങുന്നു. ദേവീ വിഗ്രഹം പ്രത്യേക പൂജകൾക്ക് ശേഷം രഥത്തിൽ കയറ്റി ശ്രീകോവിലിന് മുന്നിൽ വരെ ചലിപ്പിക്കുന്നത് കാണാനായി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ തിങ്ങി നിറയുന്നു. പൂക്കൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ കൊണ്ടായിരുന്നു രഥത്തിന്റെ അലങ്കാരം. വർണ്ണനകൾക്കതീതമാണ് രഥത്തിന്റെ മനോഹാരിത. ദേവിയുടെ 2 വിഗ്രഹങ്ങൾ ഒരുമിച്ച് എഴുന്നള്ളിക്കുന്ന ഏക അവസരം ഇതാണ്. വൈകിട്ട് 5 മണിക്കാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് സൗപർണികാ തീരത്തെ ഓലക മണ്ഡപം അഥവാ ആറാട്ട് മണ്ഡപം വരെയുള്ള പ്രധാന എഴുന്നള്ളത്ത്. രഥം വലിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മൂകാംബിക സന്നിധിയിലേക്ക് വരുന്നത്. വാദ്യമേളങ്ങളുടെയും ദേവീ മന്ത്രജപങ്ങളുടെയും അകമ്പടിയോടെ രഥം വലിച്ച് ഓലക മണ്ഡപത്തിലെത്തിക്കുകയും അവിടെ വിശേഷാൽ പൂജകൾ കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിക്കുകയും ചെയ്യുന്നു.
ക്ഷേത്രനടയിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ മാത്രം ദൂരമേയുള്ളൂവെങ്കിലും എഴുന്നള്ളത്ത് അവിടെ എത്താൻ ഏകദേശം 1 മണിക്കൂർ എടുക്കും. തിരിച്ചും അത്രയും സമയം തന്നെ. 1000 സൂര്യപ്രഭകളെ വെല്ലുന്ന കാവ്യവിനോദിനിയായ മൂകാംബിക അമ്മ ബ്രഹ്മരഥത്തിലേറിയപ്പോൾ ദർശനപുണ്യം നേടിയ ഭക്തലക്ഷങ്ങളിൽ നിന്നുയർന്ന അമ്മേ നാരായണ എന്ന മന്ത്രോച്ചാരണത്താൽ കൊല്ലൂർ ക്ഷേത്രസന്നിധി മുഖരിതമാവുകയായിരുന്നു. പിറ്റേ ദിവസം വൈകിട്ടാണ് ആറാട്ട്. അന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം ദേവീ വിഗ്രഹം പ്രദക്ഷിണമായി സൗപർണികാ തീരത്തേക്ക് കൊണ്ടുപോകുകയും ഓലക മണ്ഡപത്തിൽ വയ്ക്കുകയും ചെയ്യുന്നു. ഏഴുമണിയോടെ ഓക്കുളി മഹോത്സവം തുടങ്ങുന്നു. ഉത്തരേന്ത്യൻ മഹോത്സവമായ ഹോളിയോട് സാദൃശ്യമുള്ള ഒരു ചടങ്ങാണിത്. ശാന്തിക്കാരും ഭക്തരും പരസ്പരം നിറങ്ങൾ വാരിയെറിഞ്ഞും പീച്ചാങ്കുഴൽ വഴി നിറമടങ്ങിയ വെള്ളം തെറിപ്പിച്ചും ആഘോഷിക്കുന്ന ഈ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ദേവിയുടെ ആറാട്ട്. ഇതിനു മുൻപായി ദേവീ വിഗ്രഹത്തിൽ അഭിഷേകവും പുഷ്പാർച്ചനയും നടത്തുന്നു. തുടർന്ന് ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകൻ വിഗ്രഹവുമായി സൗപർണികാ നദിയിൽ 3 പ്രാവശ്യം മുങ്ങുന്നു. ദേവീ സാന്നിധ്യം കൊണ്ട് പവിത്രമായ നദിയിൽ ഭക്തരും മുങ്ങുന്നു. പിന്നീടാണ് തെപ്പോത്സവം എന്നറിയപ്പെടുന്ന ചടങ്ങ്. ദേവീ വിഗ്രഹം തോണിയിലിരുത്തി 3 വട്ടം പ്രദക്ഷിണം വയ്പ്പിക്കുന്ന ചടങ്ങാണിത്. ഈ ചടങ്ങുകൾക്കെല്ലാം ശേഷമാണ് ദേവിയുടെ പള്ളിവേട്ട. ആറാട്ടിനു ശേഷം പള്ളിവേട്ട നടക്കുന്നത് കേരളീയ ആചാരത്തിന് വിരുദ്ധമാണ് എന്നത് ശ്രദ്ധേയമാണ്. നദീതീരത്തെ ഒരു പറമ്പിൽ പ്രത്യേകം തയ്യാറാക്കി വെച്ച സ്ഥലത്ത് അമ്പെയ്യുന്നതാണ് ഈ ചടങ്ങ്. തുടർന്ന് ഓലക മണ്ഡപത്തിൽ വിശ്രമിക്കുന്ന ദേവിയെ പിറ്റേ ദിവസം രാവിലെയാണ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുന്നത്. തുടർന്ന് കൊടിയിറക്കുന്നതോടെ ഉത്സവത്തിന് സമാപ്തിയാകുന്നു. ഭക്തഹൃദയങ്ങൾക്ക് അറിവിന്റെ അമൃതം ചൊരിയുന്ന മൂകാംബിക അമ്മയുടെ രഥോത്സവ ചടങ്ങിൽ